കോൺഗ്രസിൽ അംഗത്വം എടുക്കുമെന്ന പ്രചാരണങ്ങൾ ചിരിപ്പിക്കുന്നതാണെന്ന് CPM നേതാവ് മുൻ MLA-യുമായ ഐഷ പോറ്റി. കോൺഗ്രസിൽ ചേരാനല്ല ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തത്. ഏറെ വർഷമായി കോൺഗ്രസ് തന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും ഐഷ പോറ്റി പറഞ്ഞു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. സുജിത്ത്, ഈ പരിപാടി അത് നടക്കുന്നതിന് മുമ്പ് തന്നെ വിവാദമായതാണ് ഐഷ പോറ്റിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ. എന്തൊക്കെ കാര്യങ്ങൾ അവർ വേദിയിൽ പറഞ്ഞു? ഇതിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു, കോൺഗ്രസിലേക്ക് പോകുന്നു, പാർട്ടി CPM വിടുന്നു, അങ്ങനെ പല പല ആരോപണങ്ങൾ, സംസാരങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? എന്താണ് ഐഷ പോറ്റിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? അതെ വിജയകുമാർ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കൊട്ടാരക്കര കലയപുരത്ത് സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന നോട്ടീസുകളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ കൊട്ടാരക്കരയിലും പരിസരങ്ങളിലുമൊക്കെ വ്യാപകമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നത്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്ന തന്നെ ഉള്ള ഒരു പ്രചരണമായിരുന്നു ആകെ പ്രചരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ CPM പ്രവർത്തകർ, CPIM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഐഷ പോറ്റിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഐഷ പോറ്റി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ കോൺഗ്രസിൽ ചേരാനല്ല ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ പ്രസംഗം ആരംഭിച്ചത്. കൂടാതെ കോൺഗ്രസുകാർക്ക് തന്നോടുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ തന്നെ ആ വേദിയിൽ ഐഷ പോറ്റി വാചാലയാവുകയും ചെയ്തു. അതിനു തൊട്ടു പിന്നാലെ താനൊരു പാർലമെന്ററി മോഹിയല്ല, ഇക്കാര്യം ആണയിട്ട് പറയുകയായിരുന്നു ആ വേദിയിൽ ഐഷ പോറ്റി ചെയ്യുകയും ചെയ്തത്. എന്തായാലും സത്യവുമായി ബന്ധമില്ലാത്ത പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്നും വിമർശനങ്ങൾ തന്നെ കൂടുതൽ ശക്തിയാക്കുകയാണെന്നും രാഷ്ട്രീയം ഏതായാലും നല്ലതിനെ നല്ലതെന്ന് പറയാൻ തനിക്കൊരു പേടിയുമില്ല എന്നായിരുന്നു ഐഷ പോറ്റി പറഞ്ഞത്. കൂടാതെ വിമർശനങ്ങളെയൊക്കെ ചിരിയോടെ നേരിടുന്നതിൽ ഉമ്മൻചാണ്ടി മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞത് തന്റെ അച്ഛന്റെ നല്ല പ്രവൃത്തികളെ അംഗീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത ഐഷ പോറ്റിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വ്യാപകമായ പ്രചരണങ്ങൾ ക്രൂരതയാണ് എന്നാണ് പറഞ്ഞത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് കൊടിക്കുന്നിൽ സുരേഷ് MP ആയിരുന്നു. MP-യും പറഞ്ഞത് ഈ വേദിയിൽ ഐഷ പോറ്റിയുടെ പ്രസംഗം അല്ലെങ്കിൽ ഐഷ പോറ്റിയുടെ വാക്കിന് വേണ്ടിയാണ് കോൺഗ്രസുകാർ കാതോർത്ത് നിൽക്കുന്നതെന്നായിരുന്നു. എന്നാൽ ആ വേദിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, കോൺഗ്രസുകാരുമായിട്ട് തനിക്ക് പണ്ട് മുതലേ ബന്ധമുണ്ട്, പക്ഷേ കോൺഗ്രസിലേക്കില്ല. ആ നിലപാട് തന്നെയാണ് ഐഷ പോറ്റി ആ വേദിയിൽ, കോൺഗ്രസുകാരുടെ വേദിയിൽ തന്നെ വ്യക്തമാക്കിയത്. വിജയകുമാർ, യെസ്, കോൺഗ്രസിൽ ചേരാനല്ല ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് ഐഷ പോറ്റിയും ആ വേദിയിൽ തന്നെ പറഞ്ഞു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.